الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ബഹുമാനമുള്ള വിശ്വാസികൾ പ്രപഞ്ച സൃഷ്ടാവും പ്രദർശകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി യഥാർത്ഥ തത്വമുള്ള വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നമ്മൾ ഓർപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ഇടയിൽ വ്യാപിച്ചിട്ടുള്ള ഏറ്റവും അപകടകാരിയായ ഒരു രോഗം, വ്യക്തികളെയും സമൂഹങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ഒരു രോഗം, മനസ്സുകൾ അകലാനും ഹൃദയത്തിൽ അസൂയ ഇളക്കിവിടാനും സാഹചര്യമൊരുക്കുന്ന ഒരവസ്ഥ. ആ മോശമായ പ്രവൃത്തിയെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു വിശദീകരിച്ച് തന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എമ്പാടും വിശദീകരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതേ ഊഹങ്ങളിൽ മിക്കത് എന്താണ്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചിലപ്പോ ഒന്നുമല്ലാത്ത വിഷയങ്ങളായിരിക്കും. അതേപോലെ തന്നെ വലാ തജസ്സസു, ചാരപ്പണി എടുക്കാൻ പാടില്ല, ജാസൂസിന്റെ പണി എടുക്കരുത്. അതേപോലെ തന്നെ വലായാത്ത ബാദക്കും ബാദ അയുഹിബ്ബു അഹദുക്കും മാ യഅകുല ലഹമ അഖീഹി, ദേശന് പറയാ, പരദൂഷണം പറയാ, മരിച്ചു കിടക്കുന്ന തന്റെ സഹോദരന്റെ മാംസം തിന്നാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ആ ഒരു ചോദ്യം
യഥാർത്ഥത്തില് നമ്മളത് വെറുക്കുകയാണ്. ആ ഒരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ വെറുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വത്തഖുള്ള, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് ആയത്ത് അവസാനിപ്പിക്കുന്നിടത്ത് പറയാം. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 3 കുറ്റകരമായ കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഒന്ന് ഊഹമാണ്, 2 ചാരവൃത്തിയാണ്, മറ്റൊന്ന് പരദൂഷണമാണ്. സത്യവിശ്വാസികളിൽ പരദൂഷണം, ഏഷണി, പരിഹാസം, അതേപോലെ തന്നെ പരനിന്ദ, ഇങ്ങനെയുള്ള തുടങ്ങിയ ഇത്തരം ചില ദുർഗുണങ്ങള് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാൻ പാടില്ലാത്ത ഒന്നാണ്. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാല്? പരദൂഷണം കൊണ്ടുള്ള വിവക്ഷ എന്താണ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. എന്താണ് അത്? അത് പ്രവാചകനും അള്ളാഹും പ്രവാചകനും മാത്രമാണ് അറിയുക എന്നൊക്കെ സ്വഹാബത്ത് വിശദീകരിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണെന്ത്? അത് നിന്റെ സഹോദരനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് എന്നാണ്. അതെ, ഒന്നുകൂടി പറയാം. അന്നേരം ചോദിക്കപ്പെട്ടു, ഞാൻ പറയുന്നത് ഉള്ളതാണെങ്കിലോ, ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണെങ്കിലോ, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവിടെ പറഞ്ഞാൽ നീ പറഞ്ഞു ഉള്ളതാണെങ്കിൽ നീ പരദൂഷണം പറഞ്ഞു, നീ പറഞ്ഞു ഇല്ലാത്തതാണെങ്കിലോ കളവ് പറഞ്ഞു എന്നാണ് വിശദീകരിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ സമൂഹത്തില്, കുടുംബത്തില്, അതേപോലെ തന്നെ വ്യക്തികളില്, കൂട്ടുകാരിലെ, സുഹൃത്തുക്കളിലെ, അയൽവാസികളിലെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അതേപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കാനും വർഷങ്ങളോളം ഒക്കെ ആയിത്തീരാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട വില്ലനാണ് ഈ പറയപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ഇമാം റാഗിബ് റഹിമഹുല്ലാഹ് പറഞ്ഞ വിവരണം ഉണ്ടാകുക, അൽഗീബത്തു ഹിയ അൻ യദ്കുറൽ ഇൻസാൻ ഗൈബ ഐനിഹി മിൻ ഗൈരി മുഹ്രിജിൻ ഇലാ ദിക്രി ദാലിക. ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു ആവശ്യമില്ലാതെ മോശമായി പറയലാണ്. ഒരു ആവശ്യം ഉണ്ടാവില്ല, എന്നാലും അയാളെ കുറിച്ച് മോശമായിട്ട് എവിടെ തോന്നിയില്ലെങ്കിലോ അത് കുറച്ചിലാവില്ലേ, അവ പരമാവധി അയാളെ പറ്റി എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം. അതെ, മനുഷ്യരുടെ അഭിമാനം പവിത്രമാണ്. കഴിഞ്ഞ സൂചിപ്പിച്ച പോലെ തന്നെ പവിത്രമായ സംഗതിയാണ്. നോക്കൂ നിങ്ങള്, കഅബ നോക്കുമ്പോൾ പറയുന്നത് കഅബ നീ എത്ര പരിശുദ്ധമാണ് എന്നാണ്, നീ എത്ര പരിശുദ്ധമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് നിന്റെ അഭിമാനം എത്ര പവിത്രമാണ്. അല്ലാഹുവാണ് സത്യം, അവന്റെ അടുക്കൽ നിന്റെ അഭിമാനത്തേക്കാൾ പവിത്രമാണ് വിശ്വാസിയുടെ അഭിമാനവും രക്തവും ധനവും എന്നുള്ളത്. ആ കഅബയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനേക്കാളും പറഞ്ഞു, അതിനേക്കാളും പറഞ്ഞു. അപ്പൊ അത്രമാത്രം പവിത്രമായ ഒരു വല്ലാത്തൊരു മേഖലയാണ് ആ ഒരു ഭാഗം എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതാണ്. സത്യവിശ്വാസികളുടെ സ്വർഗവും നരവും തീരുമാനിക്കപ്പെടുന്നതിൽ അവന്റെ സംസാരത്തിന് മുഖ്യമായ പങ്കുണ്ടെന്ന് ചുരുക്കം. ഒരു മനുഷ്യന്റെ നാവ് നന്നായാൽ അവന്റെ മറ്റ് അവയവങ്ങളും നേരെയാവും, നാവ് മോശമായാലോ അവന്റെ മറ്റ് അവയവങ്ങളും മോശമാകും. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നിടത്ത് എടുത്തു പറഞ്ഞു, പ്രഭാതത്തിൽ എടുത്തു പറഞ്ഞ വിഷയം കൂടിയാണ്. നാവേ, നീയാണ് എന്റെ വ്യക്തിത്വത്തെയും എന്റെ അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കേണ്ടവൻ. എന്റെ നാവ് നീ എന്നെ സ്വയം നിയന്ത്രിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോ ആ വൈകുന്നേരം വരെയും ആ നാവിനെ പിടിച്ചു കെട്ടാനുള്ള ഒരു പ്രാർത്ഥനയാകുന്ന ആയുധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു പ്രാർത്ഥനയാകുന്ന ഒരു ഭാഗമുണ്ട് എങ്കിൽ വിശ്വാസികളെ ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങള്. നമ്മുടെ നാവിനോട് നമ്മൾ കാണിക്കേണ്ട കൂടെ എത്രമാത്രമാണ് എന്നുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അപവാദം എന്താ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ജനങ്ങൾക്കിടയിൽ ഏസൽ പ്രചരിപ്പിക്കലാണ് എന്ന, ഏസൽ പ്രചരിപ്പിക്കലാണ് എന്നാണ് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങള്. അതേപോലെ ഹദീസിൽ കാണാം,
ഏഷ്യക്കാരൻ സ്വർഗത്തിന് കടക്കൂട കേൾക്കാത്ത ഹദീസല്ല. പക്ഷെ എങ്കിലും നമ്മുടെ ജീവിതത്തില് വന്നു ഭവിക്കുന്ന ഇത്തരം മേഖലകള് വളരെ സുപ്രധാനമാണ്. ഒന്നോ രണ്ടോ ആളെ കിട്ടിയാൽ, ഒരു ബസ് സ്റ്റോപ്പ് കിട്ടിയാൽ, ഒരു കൂട്ടം 4 ആളെ കിട്ടിയാൽ, 2 ആളെ കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു അല്ലെ, പലപ്പോഴും നമ്മളൊക്കെ പള്ളിക്ക് പോകാൻ കുറച്ച് വർത്താനം പറയണം. പള്ളി ദുര്യാവിയായ കാര്യം സംസാരിക്കാനുള്ള വിഷയമല്ല, ഉഹറവിയായ കാര്യം ചർച്ച ചെയ്യാനുള്ള മേഖലയാണ് അള്ളാഹുവിന്റെ ഭവനം. പക്ഷെ അവിടെ വന്നിരുന്നിട്ട് പോലും പലപ്പോഴും ആള് പറയുന്നതാണ്, നമുക്ക് പള്ളിയിൽ പോയിരിക്കാം, കുറച്ചേരം വർത്താനം പറയണം. സ്വഹാബത്തിന്റെ പറഞ്ഞത് ജഡ്ജിന് ഈമാനൊക്കെ നമുക്ക് നമ്മുടെ ഈമാനൊക്കെ പുതുക്കാം, വാ പള്ളിയിലേക്ക് പോകാനാണ്. നമ്മൾ നേരെ തിരിച്ചാ പറയുന്നത്. എന്തിനു വേണ്ടി? മറ്റുള്ളവരുടെ പച്ചയായ മാംസം കൊഞ്ചി വലിച്ച് കീറി തിന്നാൻ വേണ്ടി. എന്നിട്ടോ അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലോ, മറ്റുള്ളവരൊക്കെ എത്തിക്കഴിഞ്ഞാലോ പിന്നെ അവർ തമ്മിൽ സംസാരിക്കാതെ, മിണ്ടാതെ, നോക്കാതെ, മൈൻഡ് പോലും ചെയ്യാത്ത രൂപത്തിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കല് അബൂബക്കറും ഉമറും ഒരു യാത്ര നടത്തിയ സംഭവം എടുത്തിട്ട് പറയുന്നുണ്ട്. അവിടെ അത് പറയുന്നിടത്ത് വിശദീകരിക്കുന്നുണ്ടെന്നറിയോ? ഒരു വേലക്കാരുണ്ടായിരുന്നു വീട്ടില്. രാവിലെ പ്രഭാതത്തിൽ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റില്ല. അപ്പൊ ഉമർദാൻ പറയാണ്, അവനാന്റെ പുരയിൽ ഉറങ്ങണം മാറിയെന്ന്. അവനാന്റെ പുരയിൽ ഉറങ്ങണം മാറി, ആ ഒറ്റ വാക്ക പറഞ്ഞുള്ളൂ. എന്നിട്ട് പ്രഭാതത്തിലെ അടിമയെ വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ പോയി കുറച്ച് മാംസം വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുക. ആ യജമാൻ അടിമയെ പറഞ്ഞയക്കുന്നു. എന്നിട്ട് ആ അടിമയോട് പ്രവാചകൻ പറഞ്ഞു, അവർക്ക് മാംസം കിട്ടി, അതേപോലെ റൊട്ടി കിട്ടി എന്ന് പറഞ്ഞേക്ക് എന്ന് പറയാൻ വേണ്ടി അവസാനം യജമാൻ അടിമയെ തിരിച്ചു പറഞ്ഞയച്ചു. അത് ഉമർദാൻ പറഞ്ഞു, താങ്കൾക്ക് റൊട്ടി കിട്ടിയിട്ടുണ്ട്, മാംസം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ബേജാറായി പ്രയാസത്തിൽപ്പെട്ടു. ചോദിച്ചു പ്രവാചകൻ. ആ പ്രവാചകൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, താങ്കൾ ആ സഹോദരനെ പറ്റി അടിമയെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ടല്ലോ, അവനാലെ പോലെ ഉറങ്ങണമാരിയെന്ന്, അത് നിങ്ങളുടെ ത്രയത്തിലുണ്ട്, പല്ലും മണ്ടി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രയാസമായി വശമായി നോക്കൂ നിങ്ങള്, എന്റെ പറഞ്ഞല്ലോ അവനാലെ പോലെ ഉറങ്ങണമാരി, ഇത്രേ പറഞ്ഞല്ലോ. എത്രമാത്രം ഞാൻ നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും, എത്രമാത്രം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും അങ്ങനത്തെ വാക്കുകള്. അടിമയെ കുറിച്ച്, വേലക്കാരനെ കുറിച്ച്, കാര്യം മറ്റുള്ളവരെ കുറിച്ച്, മരുമകളെ കുറിച്ച്, മരുമകനെ കുറിച്ച്, എന്തൊക്കെ എങ്ങനെയൊക്കെ അല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറുന്ന പറയുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട വിഷയ, നമ്മുടെ ജീവിതത്തില് നന്മകൾ നഷ്ടപ്പെടാൻ ഇതിന് മാത്രം വലിയ തിന്മഞ്ഞു വേറുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തില് ഏഷണയും പരദൂഷണം എന്നുള്ളത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്, പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലെ ഒരു പ്രയോഗം നടത്തിയില്ലേ, ഉയരം കുറഞ്ഞ എന്താണ്, ഉയരം കുറഞ്ഞവളെന്ന് ആരെ പറ്റിയ പറഞ്ഞത്? സഫിയ റളിയല്ലാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. കുറിയവൾ എന്നൊരു പ്രയോഗം, ആ വാക്ക് വല്ലാത്ത പ്രയോഗമായിരുന്നു. എന്റെ വിശ്വാസം പറഞ്ഞറിയോ, അതെങ്ങാനും കടലിൽ കൊണ്ടേ മുക്കിയാണല്ലോ, ആ കടലിൽ പോലും ഒതുങ്ങില്ല. അത്രമാത്രം കടുപ്പമുള്ള ഗൗരവമുള്ള വാക്കാണ് ആയിഷ നീ പറഞ്ഞത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു ആ വാക്ക് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തൊക്കെ പേര് വിളിക്കാൻ, കൂടന്ന് വിളിക്കും, നൊണ്ടി എന്ന് വിളിക്കും, കണ്ണുപൊട്ടൻ, ചെവിടുപൊട്ടെന്ന് വിളിക്കും, എന്തെല്ലാം പേര് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ? എന്തൊക്കെ വാക്ക് നമ്മൾ പ്രയോഗിക്കാറുണ്ട്? പാടില്ലാത്ത പ്രയോഗമാണത്. ആയിഷ പറഞ്ഞെന്താണ്? കുറിയവൾ എന്ന ഒരൊറ്റ വാക്ക പ്രയോഗിച്ചത്. അത് കടുപ്പമുള്ള ഗൗരവമുള്ള വിഷയമായിരുന്നു എന്നുള്ളത് ആ തസ്വീറ എന്ന പ്രയോഗം. കുറിയവൾ വളരെ നമ്മൾ പറയുന്ന പോകുന്ന ആ ഒരു വാചകം. അതുകൊണ്ട് വിശ്വാസികളെ, അത് കടലിൽ കൊണ്ടുപോയി മുക്കിയാൽ പോലും അതിൽ പോലും ഒതുങ്ങാത്ത അത്രമാത്രം കടുപ്പമുള്ള ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിൽ നാം മനസ്സിലാക്കുക അതിന്റെ ഗൗരവത്തെ എന്താണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. നാം സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് പരദൂഷണം എന്ന് പറയുന്നത്. അത് നാം മനസ്സിലാക്കണം. പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അതിൽ ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മളെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. ആരാണ് പാപ്പറായവെന്ന് ചോദിച്ചു പ്രവാചകൻ സ്വഹാബത്തിനോട്.
ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാഹ, ഞങ്ങളിൽ വിഭവങ്ങളും അതേപോലെ ദീനാറൊന്നും ഇല്ലാത്ത ആളുകളാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തവരാണ് പാപ്പറായവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞപ്പോ എന്റെ സമുദായത്തിലെ പാപ്പറായവർ ആരാണെന്നറിയുമോ? അവർ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വയതി കൽസത മഹാദ വകദഫ ഹാദ വഅകല മാല ഹാദ വസഫഖ ദമ ഹാദ വദറബ ഹാദ ഫയുത ഹാദ മിൻ ഹസനാതിഹി വഹാദ മിൻ ഹസനാതിഹി فليد حسناته قبل أن يقول ما عليه أخذ من خطاياه فطرحت عليه ثم طرح في النار. വല്ലാത്തൊരു വാചകമാണ് പറഞ്ഞത്. എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ പ്രാപ്തരായവർ ആരാ? നോമ്പുണ്ട്, സക്കാത്തിന്റെ, നിസ്കാരന്റെ, ഹജ്ജിന്റെ എല്ലാം ഉണ്ട്. സുന്നത്തായ നോമ്പുകളും അതേപോലെ സുന്നത്തായ നമസ്കാരങ്ങളും അതേപോലെ ഒരുപാട് സ്വതക്കങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനാണ്. എന്നിട്ട് എന്താ റസൂൽ പറഞ്ഞത്? പക്ഷെ അവർ ഒരുത്തനെ ശകാരിച്ചിരിക്കും, മറ്റൊരുത്തനെ പറ്റി ദുഷ്പ്രചാരം നടത്തിയിരിക്കും, ഓരോരുത്തന് സ്വത്ത് തന്നിരിക്കും, മറ്റൊരുത്തന്റെ രക്തം ചിന്തിയിരിക്കും. അങ്ങനെ അവർക്കൊക്കെ അവന്റെ പുണ്യങ്ങൾ എടുത്തു കൊടുക്കും. അവന്റെ കടം തീരുന്നതിന് മുമ്പ് പുണ്യം കഴിഞ്ഞു പോയാൽ അവരുടെ പാവപ്പെടുത്തി ഇവന് കൊടുക്കും. അങ്ങനെ അവൻ നരകത്തിൽ തള്ളപ്പെടുമെന്ന്. അഥവാ നന്മ ചെയ്ത് പ്രവർത്തിച്ച ആളുകൾ ആരെ പറ്റിയാണോ പറഞ്ഞത് ആ ആളിലേക്ക് ഇവന്റെ നന്മകൾ എടുത്തു കൊടുക്കും. ആരെ പറ്റിയാ പറഞ്ഞത് അയാളെ മുഴുവൻ തിന്നോളും, നല്ല കർമ്മം ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കും. എന്നിട്ട് നല്ല കർമ്മം ചെയ്ത ആൾ നരകത്തിലേക്കും. ആരെ പറ്റിയാണോ അപവാദം പറഞ്ഞത് അയാളെ സ്വർഗത്തിലേക്ക് കടത്തുന്ന അവസ്ഥ. പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്തിന് നമ്മളത് മുതിരണം? എന്തിന് നമ്മൾ അത്ര പ്രവർത്തനങ്ങൾ ഏർപ്പെടണം? അതുകൊണ്ട് നാം ഗൗരവത്തില് ആ വിഷയത്തെ കാണേണ്ടതുണ്ട്. പരലോകത്ത് നന്മകൾ കാണും. നാളെ പരലോകത്ത് ആരെ നന്മകൾ കാണാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് വെച്ച് ഒരു അടിമക്ക് 7 നൽകപ്പെടുമ്പോ അതിൽ താൻ ചെയ്തിട്ടില്ലാത്ത നന്മകൾ കാണും. താൻ ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല, അങ്ങനത്തെ നന്മകൾ കാണും. അവൻ ചോദിക്കും, റബ്ബേ ഇതെല്ലാം എനിക്ക് എവിടുന്നാണ്? അപ്പൊ പറയും, നീ അറിയാതെ മറ്റുള്ളവർ നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞിരുന്നു, അവരുടെ നന്മകളാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്ന അതേ ഒരുപാട് നന്മകൾ അയാൾ ചെയ്തിട്ടില്ല, പക്ഷേ അയാളെ പറ്റി നന്മ ചെയ്ത ആളോ ഒരുപാട് യേശനയും പരദൂഷണവും പറഞ്ഞു. അയാളുടെ നന്മകളെ അറിയാതെ ഇയാളിലേക്ക് എത്തുകയാണ്. നോക്കൂ വിശ്വാസികളെ, ഇത്രമാത്രം പാപ്പറായി പോകുന്ന, നരകത്തിലേക്ക് ആപതിക്കുന്ന വളരെ കടുപ്പമുള്ള ചില പ്രയോഗമാണ് ഇതെന്നത് നാം കൃത്യമായി തിരിച്ചറിയണം. രണ്ടാമത്തേത്, ചെമ്പിന്റെ നഖം കൊണ്ട് മുഖവും നെഞ്ചും മാന്തുന്നവരായിരിക്കും. യേശുവിനെ പറയുന്നവർ, പരദൂഷണം പറയുന്നവർ. അനസ് ഹദീസിൽ കാണാം, എനിക്ക് മിഅ്റാജ് ഉണ്ടായ അപ്പോൾ ചെമ്പിന്റെ നഖങ്ങളെ കൊണ്ട് മുഖവും നെഞ്ചും മാന്തുന്ന ചില ആളുകളുടെ അടുക്കലൂടെ ഞാൻ നടന്നുപോയി. ഞാൻ ചോദിച്ചു, ജിബ്രീലേ ആരാണ് ഇവർ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ജനങ്ങളുടെ മാംസം തിന്നുകയും അഥവാ പരദൂഷണം പറയുകയും അവർ അഭിമാനത്തിൽ ക്ഷതം വരുത്തുകയും ചെയ്തവരാണ് അവർ. നോക്കൂ നിങ്ങളെ, ആരെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്? നാളെ പരലോകത്ത് അവരെ കൂർത്ത നഖങ്ങൾ കൊണ്ട് മുഖവരെ നെഞ്ചു കീറുന്ന, മാംസം വലിച്ചു കീറുന്ന ശിക്ഷ അനുഭവിക്കുമെന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനാണ് നാം ഏറെ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ, നരകത്തിൽ നിന്നും മാംസം ഭക്ഷിപ്പിക്കുമെന്ന ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമത്തി മാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫി നാരി ജഹന്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് മാംസം തിന്നുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു അവൻ നരകത്തിൽ നിന്ന് അതുപോലെ തീറ്റിക്കുന്നതാണ് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമായിക്കൊണ്ട് തന്നെ നാം ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേ സ്വാലിഹീങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തുമാത്രമാണ് ഗീബത്ത് നശിപ്പിച്ചിട്ടുള്ളത്, സൽക്കർമ്മ പ്രവർത്തിക്കുന്ന പ്രതിഫലങ്ങള് എന്തുമാത്രമാണ് അത് നിഷ്ഫലമാക്കിയിട്ടുള്ളത്, ലോകങ്ങളുടെ റബ്ബിന്റെ കോപം എന്തുമാത്രമാണ് അത് നേടിത്തന്നിട്ടുള്ളത്, നീചന്മാരുടെ ഭക്ഷ്യഫലമാണത്. അതേപോലെ ദുർബലന്മാർക്കൊരു ആയുധമാണ് തഖ്വയുള്ളവരുടെ നാവെടുപ്പോഴും ചിലപ്പോൾ എന്താവും, അത് ചവച്ച് തുപ്പിയേക്കാവുന്ന മാന്യന്മാരുടെ കേൾവികൾ പോലും ചവച്ചിറക്കിയേക്കാവുന്ന ഇറത്തി കഷ്ണമാണ് എന്ന് ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് യേശുവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു.
വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നാവിൽ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയെത്തിയ വിവേകമുള്ള ഓരോ വ്യക്തിയും ഉപകാരപ്രദമല്ലാത്ത സകല സംസാരങ്ങളിൽ നിന്നും തന്റെ നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസമൊന്നുമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അത് സംസാരിക്കാതെ നാവിനെ പിടിച്ചു വെക്കലാണ് സുന്നത്തായ കാര്യം. അതേ വിശ്വാസികളെ, എന്താണ് രക്ഷാമാർഗം? എന്താണ് രക്ഷാമാർഗം ചോദിക്കപ്പെട്ടു. ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, എന്താ പറയുന്നത്? എന്താണ് വിജയം എന്നാ ചോദിക്കുന്നത്? എന്താണ് വിജയം എന്നാ ചോദിക്കുന്നത്? നിന്റെ നാവിനെ നിയന്ത്രിക്കുക എന്ന. നിന്റെ നാവിനെ നിയന്ത്രിച്ചാൽ നിനക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. ആ നാവിനെ നിയന്ത്രിക്കുന്ന ആളത്ത് പറയാറുണ്ട് പലപ്പോഴും, ഇത്ര നീളമുള്ള നാവുണ്ട്, അവനാണ് ചില്ലറക്കാരനെന്ന് പറയാറുണ്ട്. അല്ലെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? അയാളുടെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളും വാക്കുകളും ഒക്കെ അത്രമാത്രം ഗൗരവപ്പെട്ടതും അതേപോലെ തന്നെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തതും മറ്റുള്ളവരെ കുറിച്ച് പച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുമാണ് എന്നതാണ് അത്ര നീളമുള്ള നാവുകൾ എന്ന് പറയാൻ ചില ആളുകളെ പ്രേരിപ്പിക്കുന്നത്. കൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, നിനക്ക് നിന്റെ വീട് മതിയാവുക, ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് കരയുക, ഇവയാണ് രക്ഷാമാർഗമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമസ്കാരം കഴിഞ്ഞാൽ വേഗം പുരയിലേക്ക് പോകണമെന്ന് പറഞ്ഞെന്തിനാ? നമസ്കാരം കഴിഞ്ഞാല് വേഗം പുരയിലേക്ക് പോകണമെന്ന് പറയുന്നത് എന്തിനാ? സുന്നത്ത് നമസ്കാരങ്ങള് വീട്ടിൽ വെച്ച് നിർവഹിക്കാനാ. സുന്നത്ത് നമസ്കാരങ്ങള് വീട്ടിൽ വെച്ച് നിർവഹിക്കാനാ. എന്നാൽ മറ്റുള്ള വഴികളിലോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാതിരുന്നാലോ സംഭവിക്കുന്നത് ആ എടുത്ത ഇബാദത്ത് അവിടെ കൊണ്ടുപോയി നശിപ്പിക്കലാ. ഇവിടെ വെച്ച് ചെയ്ത ഇബാദത്ത് അങ്ങാടി കൊണ്ടുപോയി നശിപ്പിക്കലാ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ത്? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. അയതാ മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം, മോശമായ സ്ഥലം ഏതാ? അങ്ങാടിയാണ് പഠിപ്പിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്വാസികളെ, നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് തിരഞ്ഞെടുക്കാൻ, വെറുക്കപ്പെട്ട സ്ഥലങ്ങളെ ഒഴിവാക്കാൻ, ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ അങ്ങാടിലേക്ക് ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. ആ അങ്ങാടിലേക്ക് ചെല്ലുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. എത്രമാത്രം കൂലി ഉണ്ടാവശ്യത്തെ പറ്റി പറഞ്ഞു. ആ ഹദീസുമായി ബന്ധപ്പെട്ടതിന്റെ സനദൊക്കെ വളരെ വിശാലമായി വിശദീകരിക്കും. അത്ര മേഖല എന്തായാലും അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ അങ്ങാടി പോയിക്കൊണ്ട് സാധനം വാങ്ങി വേഗത്തിൽ വീട്ടിലേക്ക് തന്നെ വരലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അവിടെ നിന്ന് കൊണ്ട് സംസാരിക്കുമ്പോഴോ സ്വാഭാവികമായി കൊണ്ടും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു മേഖല, സുബഹി നമസ്കാരം കഴിഞ്ഞ് ചായക്കടയിൽ പോയിട്ട് മറ്റുള്ളവന്റെ പച്ചയായ അറച്ചു തിരിഞ്ഞ ഞാൻ വിചാരിച്ചപ്പോൾ ചായ കുടിക്കാൻ പോയിരിക്കും എന്ന് വിചാരിച്ചു. ചായ കുടിച്ചൊന്ന് ചൂടാക്കാനായിരിക്കും വിചാരിച്ചു. പക്ഷെ അതൊന്നുമല്ല. എന്താ ചൂടാക്കുന്നത്? നമ്മുടെ സ്വന്തം നഫ്സിനെ ചൂടാക്കുക. എന്നിട്ട് ആ പാപ്പരത്വം ഏറ്റുവാങ്ങുക നമ്മള്, അല്ലേ? ആ പാപ്പരത്വം നമ്മൾ ഏറ്റുവാങ്ങുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, വല്ലാത്തൊരു കടുത്ത പ്രയോഗല്ലേ? സുബഹി നമസ്കാരം കഴിഞ്ഞ് വല്ലാത്ത ബർക്കത്തുള്ള സമയ. ആ സമയത്ത് നമ്മൾ പോയിരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് പച്ചയായ ഏശനി പറയാ, പരദൂഷണം പറയാ, ഈമത്ത് പറയാ. നമ്മൾ ആലോചിച്ച് നോക്കി, അസൂയ വെക്കുക, അഹംഭാവത്തിന്റെ വർത്തമാനങ്ങൾ പറയാ. ഇതിനു വേണ്ടിയാണ് നമ്മള് ഈ സുബഹി നമസ്കാരം കഴിഞ്ഞ് ബർക്കത്താക്കപ്പെട്ട അല്ലാഹു എന്ന് പറഞ്ഞില്ലേ? ആ പ്രഭാതത്തിന്റെ സമയത്ത് അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണം എന്റെ ഉമ്മത്തിന് എന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത് പോയിരുന്നു കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഈ ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ സമയത്ത് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ആ സൂര്യോദയം കഴിഞ്ഞ് ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിക്കാൻ പോലും സമയം കണ്ടെത്താതെ നമ്മൾ അവിടെ പോയിരുന്നു കൂടെ സുറച്ചിരിക്കുമ്പോ നമ്മൾ ചതപ്പെടുത്തുന്നത് നമ്മുടെ അഭിമാനത്തെ മാത്രമല്ല, മറ്റുള്ളവന്റെ പച്ചയായ അഭിമാനത്തെയാണ് നാം ചതപ്പെടുത്തുന്നത് എന്നതിന് ഗൗരവമായി ചിന്തിക്കാതെ പോയി. അതുകൊണ്ട് വിശ്വാസികളെ, ആ മുസ്ലിക്ക് അടയിക്കൽ ലിസാനക്ക. കാരണം എന്താ അറിയോ?
അത് സർപ്പത്തേക്കാൾ വിഷമുള്ള മാരകമായ ആയുധമാണ്. എല്ലില്ലാത്ത, എങ്ങോട്ട് വളച്ചാലും വളക്കാൻ കഴിയുന്ന നാവ് എന്ന് പറയുന്ന ആ സാധനം വിശ്വാസികളെ ഗൗരവമുണ്ട്. നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന അവിടെ പോയി നമ്മുടെ മാംസവും നമ്മുടെ ശരീരവും നമ്മുടെ കൂർത്ത നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിക്കുന്ന ഈ ശിക്ഷ ഏറ്റുവാങ്ങാനാണോ ഞാൻ നിങ്ങൾ കൂടെ ഇരുന്ന് അങ്ങാടിയെ സുറച്ചിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? നാം അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, ആ കാളസർപ്പത്തേക്കാൾ മാരകമായ വശമുള്ള ആ നാവിൽ നമ്മൾ നിയന്ത്രിച്ചാൽ നമുക്ക് ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കും. റബ്ബിന്റെ അടുക്കൽ നമുക്ക് പറയാൻ കഴിയും, ആ നാവിനെ നല്ല വഴിക്ക് ദഅ്വാ രംഗത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദീനി രംഗത്ത് കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം. ആദർശ പ്രബോധന മേഖലയിൽ ഇറങ്ങിത്തിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് അതേ പ്രവാചകർ നിർവഹിച്ച ആ ദൗത്യം നാവ് കൊണ്ടായിരുന്നെങ്കിൽ, ഫിറൗൻ നിർവഹിച്ച ദൗത്യം നാവ് കൊണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് ധ്രുവങ്ങളിലാണ് കടക്കുന്നത് എന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കന്നരളിയ ഈ സംസാര വൈഭവം ശേഷി നാവ് എന്നതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിൽ നിന്നും പരദൂഷണത്തിൽ നിന്നും മാറി നിൽക്കാനും ഉൾക്കൊള്ളാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവയവങ്ങളെ അവൻ യഥാർത്ഥമായ റൂട്ടിലൂടെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഉസീകും സാനി ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയിൽ കൂടെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികളെ, ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു ഗീബത്തും ഗനീമത്തും കൊണ്ടുണ്ടാവുന്ന ഒരു വിഷയം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറബി ഖബറൈൻ وقال إنهما يعذبان وما يعذبان في كبير بلى إنه كبير أما أحدهما فكان يمشي بالنميمة وأما الآخر فكان لا يستطيع من بوله. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രണ്ട് ഖബറിന്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുക. പ്രവാചകൻ പറയാണ്, എന്താ ഈ ഖബറിലെ ആളുകൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ ഖബറിലെ ആളുകൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വമ്പിച്ചതായ വലിയതായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വഹാബത്തിന് അറിയുന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് ബലാ ഇന്നഹു കബീറുൻ, വലിയതായ ശിക്ഷയെ പറ്റി പറയുന്നത്. അമ്മാഹദും, അതിൽ ഒരാള് യേശുവിന് പറയുന്ന ആളാ, യേശുവിന് പറഞ്ഞ് നടക്കുന്ന ആളാ, അയാൾ യേശുവിന് പറഞ്ഞ് നടക്കുന്ന ആളാ. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. അമ്മായിമ്മയായാലും അമ്മോസനായാലും മരുമക്കളായാലും നാത്തൂനായാലും ആരെ കൂട്ടുകാരായാലും എവിടെ അങ്ങനെ ആരെങ്ങനായിക്കോട്ടെ, എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു വിഷയം പറഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും. അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സുഖമല്ല. അത് അങ്ങനെ ഒരാളെ പറ്റി ന്യൂനത കിട്ടി കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറഞ്ഞു നടന്നില്ലെങ്കിൽ ഒരു സുഖമല്ല മനസ്സിന്. ഒരാൾ പറഞ്ഞാലേ ഹാപ്പി ആവുള്ളൂ, സന്തോഷമാവുള്ളൂ. പല ആളുകൾക്കും അങ്ങനെ. പക്ഷെ അതിന്റെ ഗൗരവം എന്താണ്? ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളായി മാറുക. രണ്ടാമത്തെ ആള് അതുകൊണ്ട് അത് അറിയേണ്ട ഒരു വിഷയമാണ്. എന്താ? മൂത്രം ഒഴിച്ചാല് മറ സ്വീകരിക്കാതെ അതോ ശരിയായി കഴുകാത്ത ആളെ സംബന്ധിച്ചാണ് പറയുന്നത്. പാൻറ്റൊക്കെ മൂത്രയിക്കുന്ന ആളുകളും നിന്ന് മൂത്രയിക്കുന്ന ആളുകളും അതേപോലത്തെ എണ്ണു മൂത്രയിക്കുന്നവരും ഒക്കെ എല്ലാവരും ഏറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. ഏത്? മൂത്രം ഒഴിച്ചാൽ കഴുകാത്തവർ അല്ലെങ്കിൽ മറ സ്വീകരിക്കാത്തവർ. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു പ്രയോഗമാണ്. ഖബർ ശിക്ഷ അനുഭവിക്കുന്നതെന്നാ. അതുപോലെ പൂർണ്ണമായി മൂത്രം പോയതിനു ശേഷമായിരിക്കണം നന്നായി കഴുകി വൃത്തിയാക്കേണ്ടത്. അതേപോലെ തന്നെ ഇരിക്കേണ്ട രീതി. ഒരു ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 7-8 സുന്നത്താണ് കിട്ടുന്നുണ്ട്. ആ സുന്നത്തിൽ പല സുന്നത്തുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എവിടെ എങ്ങനെ പോയിരിക്കണം, ഏത് കൈകൊണ്ട് കഴുകണം,
അതേപോലെ തന്നെ എങ്ങനെ കഴിവുകളെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ആ സുന്നത്തുകളൊക്കെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. നിന്നായാലും ഇരുന്നാലും ഒക്കെ മൂത്രമൊഴിക്കുമ്പോൾ പരിപൂർണമായി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. അതുപോലെ മറ സ്വീകരിക്കണം. മറയില്ലാതെ മൂത്രമൊഴിക്കാൻ പാടില്ല. കിബിലക്കോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്രമൊഴിക്കാൻ പാടില്ല. അത് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അയാൾ ഖബറിൽ ചെയ്തിട്ടില്ലെങ്കിലോ അയാൾ ഖബർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം. ആ ഒരു ഗൗരവത്തിൽ നമ്മൾ അത് എടുക്കുകയും ചെയ്യണം. അബൂ സഈദ് ഖുദരി ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ പ്രഭാതത്തിലായാൽ അവന്റെ അവയവങ്ങൾ നാവിനോട് വിനയപുരസ്സരം പറയും, ഞങ്ങളുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നീ നേരെ ചൊവ്വയായാൽ ഞങ്ങൾ നേരെ ആയി, നീ വളഞ്ഞാൽ ഞങ്ങൾ വളഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞ വിഷയമാണ്. അതൊന്നും കൂടി ആവർത്തിച്ചിട്ട് മാത്രം. അപ്പൊ നമ്മുടെ നാവിനെ വളരെ കൃത്യമായി സൂക്ഷിക്കാം. ഈ രണ്ടാമത്തെ ആ ഒരു വിഷയവും ഗൗരവമായി ശ്രദ്ധിക്കാൻ നാം ഏറെ മനസ്സിലാക്കിയിരിക്കേണ്ട ആ രണ്ട് ഭാഗവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ ഒരു മേഖല സൂക്ഷിക്കേണ്ടതുണ്ട്. ദേശീയം പ്രദോഷണം, അത് പറഞ്ഞടക്കല്, അതങ്ങനെ വ്യാപിച്ചുകൊണ്ട് നടക്കല്, അത് പറഞ്ഞെങ്കിലും സുഖമില്ലാത്ത വിഷയം, അതൊക്കെ ഗൗരവമായി നമ്മൾ കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് പരസ്യക്കാരനൊക്കെയാണ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണവും ആരോപണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉള്ളത് പറഞ്ഞ മതി തന്നെയും അതും ദേശീയ പ്രദോഷത്തിന്റെ മറ്റൊരു വിഷയം തന്നെയാണ്. ഉള്ളത് പറയാനെന്താണ്, അയാളെ പറ്റി പറഞ്ഞ കാര്യമാണല്ലോ, ഇല്ലാത്തത് പറഞ്ഞ കടവുമാണല്ലോ. അപ്പൊ എന്തായാലും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് ശിക്ഷയ്ക്ക് പത്രിപൂർണമാകുന്ന കാര്യമാണ്. ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഇതിന്റെ ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മനസ്സിന്റെ ഉടമകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ രോഗികളായി കഴിഞ്ഞവർക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹുവിന്റെ ശിഫയും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ വിടപറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കേണ്ട പല ആളുകളും ഇന്ന് രോഗശയ്യയിലാണ്, വീട്ടിലാണ്, പള്ളിയിൽ പോലും വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ വരണമെന്ന് അടങ്ങാത്തൊരു ആഗ്രഹമാണ്. പക്ഷേ ആരോഗ്യം അത് സംഭരിച്ചിട്ടില്ല. അവർക്ക് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹുവർക്കെല്ലാം പൂർണ്ണ ആഫിയത്തും ശിഫയും ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലുമെല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുത് ദഅവാത് വഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في كل مكان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخوان المسلمين في كل مكان. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.